ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഇഡ്ഡലി ആയിട്ടാണ്. ഇത് വന്നിട്ട് കൊല്ലംകാർക്കുള്ള സ്പെഷ്യൽ ഇഡ്ഡലിയാണ്. അപ്പം പൂവരസ് ഇലയിൽ, ഇത് പൂവരസ് എന്ന് വെച്ചാൽ പല പേരുണ്ട്, ചീലാന്തി എന്ന് പറയും. ആ ഇലയിൽ ചെയ്തെടുത്തിട്ടുള്ള സ്പെഷ്യൽ ഇഡ്ഡലിയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. ഇതിൻ്റെ ബാക്ക് ഭാഗമൊക്കെ ഉണ്ട്, ഈ ഇലയുടെ ഒരു മണവും രുചിയൊക്കെ ഇതിന് കഴിക്കുമ്പോൾ ഉണ്ടാവും. അപ്പോൾ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കൊല്ലംകാർക്കുള്ള. സാധാരണ കൊല്ലത്തുള്ളവരെല്ലാം മുമ്പ് ഇങ്ങനെ തന്നെയാണ് ഇഡ്ഡലി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ പൂവരസിൻ്റെ ഇല കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. വാഴയിലയിൽ ചിലപ്പോൾ ഉണ്ടാക്കും. അസാധ്യ ടേസ്റ്റ് ആയിട്ടുള്ള പൂവരസ് ഇലയിൽ പുഴുങ്ങിയെടുത്തിട്ടുള്ള കൊല്ലം സ്റ്റൈൽ ഇഡ്ഡലിയാണ്. അപ്പോൾ എല്ലാവരും പോയി വീഡിയോ കണ്ടോളൂ. കൊല്ലം സ്റ്റൈൽ ഇഡ്ഡലി ചെയ്യുന്നതിന് ആദ്യം നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ തന്നെ അരി പച്ചരി എടുക്കണം, ഉഴുന്ന്, പിന്നെ ചോറിന് പകരം അവിലാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ അവിലില്ലെങ്കിൽ ചോറ് ചേർക്കാം. പിന്നെ ഒരു സ്പൂണോളം വരും ഉലുവയുണ്ട്. അപ്പം അരിയുടെ ഉഴുന്നിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ 3 കപ്പ് അരി, നമ്മൾ ഏത് മെഷറിംഗ് കപ്പിലാണോ എടുക്കുന്നത് അതിൽ 3 കപ്പ് അരി, 1 കപ്പ് ഉഴുന്ന്, പിന്നെ ഒരു 3/4 കപ്പോളം എടുക്കുന്ന പാത്രത്തിന് 3/4 കപ്പോളം അവിലെടുക്കണം. പിന്നെ ഒരു സ്പൂൺ നമ്മുടെ ഉലുവ എടുക്കണം. ഇതിപ്പോൾ ഞാൻ 6 മണിക്കൂർ കുതിർത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് നല്ല പോലെ തണുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ വെള്ളം പോരെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന തണുത്ത വെള്ളം കൂടെ ചേർത്ത് തന്നെ അരയ്ക്കാം. ഇത് ഫ്രിഡ്ജിൽ വെക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ മിക്സി അധികം ചൂടാവാതിരിക്കാനാണ്. അപ്പോൾ ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. സാധാരണ അരച്ചെടുക്കുന്ന പോലെ തന്നെ നല്ല പോലെ അരച്ചെടുക്കണം. ഉഴുന്നരയ്ക്കാൻ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളെടുത്തിട്ടുള്ള അവിലല്ലേ അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കണം. നല്ല തണുത്ത വെള്ളം ഒഴിച്ചാലും മതി, എന്ത് വെള്ളം ഒഴിച്ചാലും മതി. ഞാനിപ്പോൾ ആട്ടാനായിട്ട് എടുത്ത് വെച്ച തണുത്ത വെള്ളമാണ്. അപ്പോൾ ആ വെള്ളം കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്, അതൊന്ന് കുതിർന്ന് വരാനാണ്. അപ്പോൾ ഈ അവിലിവിടെ ഇരുന്ന് കുതിരട്ട് ആ സമയത്ത് നമുക്ക് അരി ഉഴുന്നും ഉലുവയും നല്ല പോലെ അരച്ചെടുക്കാം. നമുക്ക് ഉഴുന്നരച്ച് തുടങ്ങാം. ഞാൻ ഉഴുന്ന് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്കായിട്ടാണ് ഉഴുന്ന് അരച്ചെടുത്തിട്ടുള്ളത്. അരി അരയ്ക്കുമ്പോൾ കുറച്ച് തരിയായിട്ട് തന്നെ നമ്മൾ അരച്ചെടുക്കണം, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഇഡ്ഡലിയുടെ ഒരു പരുവം കിട്ടത്തില്ല. ഒരു ശകലം തരിയോടുകൂടി അരി അരച്ചെടുക്കണം. അരിയുടെ കൂടെ നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന നമ്മുടെ അവിലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അവിൽ നല്ല പോലെ വെള്ളമൊക്കെ പിടിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ഐസ് വെള്ളം ഒഴിച്ച് വെച്ചതാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അവിൽ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി വെള്ള അവിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിടാം. ഇപ്പം എൻ്റെ കയ്യിൽ വെള്ള അവിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചുമന്ന അവിലെടുത്തത്. അല്ലെങ്കിൽ അവിലില്ലെങ്കിൽ നമുക്ക് ചോറ് ചേർത്ത് കൊടുത്താലും മതി, അതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. ഞാൻ അരി അരച്ചെടുത്തിട്ടുണ്ട്. അരി അരച്ചെടുക്കുമ്പോൾ ഒരു ചെറിയ തരിയോടുകൂടി വേണം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അരിയും ഉഴുന്നും എല്ലാം അരച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കൈ കൊണ്ട് നല്ല പോലെ 5 മിനിറ്റ് നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇത് 5 മിനിറ്റ് നല്ല പോലെ കൈ കൊണ്ട് മിക്സ് ചെയ്യണം, തവിയൊന്നും ഉപയോഗിക്കേണ്ട, കൈ കൊണ്ട് തന്നെ ചെയ്യണം. അപ്പം ഞാനിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പം ഞാൻ 5 മിനിറ്റ് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോഴും വേണമെങ്കിൽ നമുക്കിതിനകത്ത് ഉപ്പും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ അരിഞ്ഞ് മാവിൽ ഇപ്പോഴേ ചേർത്ത് വെച്ചിട്ട് നമുക്ക് 8 മണിക്കൂർ കഴിഞ്ഞ് ചുടാം, അല്ലെങ്കിൽ ആ സമയത്ത് ചേർത്താലും മതി. ഞാനിപ്പം ഇത് നല്ല പോലെ മാവ് പൊങ്ങി വന്നതിന് ശേഷം മാത്രമേ അത് ചേർക്കത്തുള്ളൂ. കാരണം ബാക്കി കുറച്ചും കൂടി മാവ് നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പം ദോശ ചുടാനൊക്കെ നമുക്ക് ഈ മാവ് എടുക്കാം. അപ്പോൾ അതിനകത്ത് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു രുചി വ്യത്യാസം വരും. ഒരു 8 മണിക്കൂർ ഇരുന്നിട്ട് നല്ല പോലെ ഒന്ന് പൊങ്ങി വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മാവ് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. കറക്റ്റായിട്ട് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിന് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് എത്രത്തോളം മാവ് വേണമെന്ന് വെച്ചാൽ അത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഫസ്റ്റ്. എന്നാൽ അത്യാവശ്യം ഒന്ന് ഇളക്കിയതിന് ശേഷം മാത്രം മാവ് ആവശ്യത്തിന് കോരി മാറ്റിയാൽ മതി. ഇനി നമ്മുടെ സ്പെഷ്യലാണ്, കൊല്ലം സ്റ്റൈൽ ഇഡ്ഡലിയുടെ സ്പെഷ്യലാണ്. ഇതിലേക്ക് ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കറിവേപ്പിലയാണ്. ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്ത കറിവേപ്പില, കുറച്ച് പച്ചമുളക്, അത് എരിക്കനുസരിച്ച് ചേർക്കണം. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കണം. പിന്നെ കുറച്ച് ഇഞ്ചി, ഇത് 3ഉം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം.
ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഇത് വെച്ചേക്കണം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് പൂവരസിൻ്റെ ഇലയിലാണ്. പൂവരസ് ഇലയെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ചില സ്ഥലങ്ങളിൽ ഇതിന് പറയുന്ന പേരാണ് ചീലാന്തി എന്ന് പറയും, പൂപ്പരത്തി എന്ന് പറയും, പിന്നെ പൂവരസ് എന്ന് പറയും, അങ്ങനെ പല പല പേര് പറയും. അപ്പോൾ ഈ ഇലയിലാണ് ഇഡ്ഡലി ചെയ്യുന്നത്. അപ്പം നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പം ഈ ഇല കിട്ടിയില്ലെങ്കിൽ ഇല്ലാത്തവർ ഇനി വാഴ ഇലയിൽ ചെയ്താലും മതി. എന്തായാലും ഇത്രയും ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല. ഇത് റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന ഒരു മരം, വലിയൊരു മരമാണ് അത്യാവശ്യം, ചീലാന്തി മരം എന്ന് പറയും. അപ്പം ഇതിലൊക്കെ നിൽക്കുമ്പം 10 ഇല പറിച്ച് കൊണ്ടുപോയി ഇഡ്ഡലി ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഇല ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തണ്ടൊന്നും നമുക്ക് വേണ്ട കേട്ടോ. ഈ തണ്ടെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇപ്പം നമുക്ക് ഒരു ഇല എടുത്തിട്ട് നല്ലപോലെ എണ്ണ തേക്കണം. എണ്ണ തേച്ചിട്ടാണ് ഇതിൽ വെക്കേണ്ടത്, അല്ലെങ്കിൽ ഇളവി വരാൻ ചിലപ്പോൾ പാടായിരിക്കും. അപ്പോൾ ഇതേ കണക്ക് ഇങ്ങനെ തട്ടിൽ വെച്ച് കൊടുക്കണം ഫസ്റ്റ്. എന്നിട്ട് നമുക്ക് അതിലേക്ക് മാവ് ചേർത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറക്റ്റായിട്ട് ഇലയുടെ സെൻറ്ററിലേക്ക് വരത്തക്ക രീതിയിൽ വേണം മാവ് ഒഴിക്കാനായിട്ട്. ഇല ഇങ്ങനെ കുഴിച്ച് വെച്ച് കൊടുക്കണം. എന്നിട്ട് ആ കുഴിയിലേക്ക് തന്നെ ഒഴിക്കണം, അല്ലെങ്കിൽ അത് വെളിയിൽ പോകും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. ഉണ്ടോ, സെൻറ്ററിലേക്കൊന്ന് വലിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. ഫുള്ള് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം നമുക്കിനി വെള്ളം ഒന്ന് ചൂടായതിന് ശേഷം മാത്രം ഇത് അതിലേക്ക് വെച്ച് കൊടുക്കാം. വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമ്മുടെ ഇഡ്ഡലി തട്ടുകൾ നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് ആവും ഇത് വെന്ത് വരാനായിട്ട്. ആ സമയത്ത് നമുക്ക് നല്ല ചമ്മന്തി ഉണ്ടാക്കാം. ചമ്മന്തി ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് കുറച്ച് തേങ്ങ, നമുക്ക് എത്രത്തോളം ചമ്മന്തി വേണം അതിനനുസരിച്ച് തേങ്ങ ഇടാം. ഞാനിപ്പോൾ ഒരു 2 പിടി തേങ്ങ ഇടുന്നുണ്ട് ഇതിലേക്ക്. പൊട്ടുകടല 2 പിടി ഇട്ടുകൊണ്ട് 2 സ്പൂൺ ഇട്ടിട്ടുണ്ട് പൊട്ടുകടല. ഇഞ്ചി വേണം, പച്ചമുളക് എരിക്കനുസരിച്ച് വേണം, പിന്നെ 2, 3, 4, 5 ചെറിയ ഉള്ളി അതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം. ഇഡ്ഡലി ഇത് വെന്തിറക്കിയിട്ടുണ്ട്. കണ്ടോ, നല്ല ആവി പറക്കുന്ന നമ്മുടെ പൂവരസിൻ്റെ ഇല വെച്ചിട്ടുള്ള ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഒട്ടത്തൊന്നുമില്ല, കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ തൊട്ട് നോക്കി. അപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് തണുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചമ്മന്തി കടുക് വറുത്തെടുക്കാം. വെളിച്ചെണ്ണയിലാണ് നമ്മളിപ്പം ചമ്മന്തി കടുക് വറുക്കുന്നത്. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ചുമന്ന മുളകും ഉള്ളിയും അതുപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ പൂവരസ ഇലയുടെ ഷേപ്പിലുള്ള നമ്മളെ ഇഡ്ഡലിയാണ്. അപ്പോൾ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലിയും ചമ്മന്തിയും കണ്ട നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. കണ്ട, ഞാൻ കഴിക്കട്ടെ, ഒന്ന് കൊതിയാവുന്ന എനിക്ക് തന്നെ കഴിക്കാനുണ്ട്. പ്രത്യേക ടേസ്റ്റാണ്, സത്യം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ടേസ്റ്റാണ്. അപ്പം പൂവരസിൻ്റെ ഇല കിട്ടുകയാണെങ്കിൽ എല്ലാവരും അതിൽ തന്നെ ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ വാഴ ഇഡലി ചെയ്താലും മതി. ചമ്മന്തി ഉണ്ട്, പിന്നെ സാമ്പാർ സ്റ്റൈൽ ഇഡലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.